നിങ്ങൾ ഇന്നലെ ഒരു പടത്തിന് പോയില്ലായിരുന്നോ? അതേതായിരുന്നു? കൊണ്ടൽ. കൊണ്ടൽ എന്താണ് ഇതിന്റെ അർത്ഥം? കൊണ്ടൽ എന്ന് പറഞ്ഞാൽ റിവഞ്ച് സ്റ്റോറി എന്നൊക്കെ അതിന്റെ അർത്ഥം. ഓ, ആരതാ? പെപ്പെ. എങ്ങനെയുണ്ട് പടം? അടിപൊളി പടമാണ്. പെപ്പെ ഫാൻ ആയതുകൊണ്ട് തന്നെ മേഘ പറഞ്ഞോട്ടെ എങ്ങനെയുണ്ട്? നല്ല ഒരു അടിപ്പടാണ്. അടിപ്പടോ? അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അമ്മ വെറും അടി മാത്രം അങ്ങനെയുള്ളൊരു പടമല്ല, ഒരു കഥ ഉണ്ട്, അതിന് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. കഴിഞ്ഞ ഓണത്തിനെ RDX എന്നൊരു സിനിമ ഇറങ്ങിയിട്ടായിരുന്നു. സംഭവം ഫുൾ അടിയായിരുന്നു, പക്ഷേ ആവശ്യത്തിനുള്ള അടിയായിരുന്നു അല്ലേ? അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള അടി തന്നെയാണ് ഈ പടത്തിലുള്ളത്. നല്ലൊരു പടമാണ്, നല്ല കഥ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് പോകുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ അടി ഉണ്ടാക്കി സിനിമ കോസ്റ്റൽ റീജിയനിലുള്ള കഥയാണ്. അപ്പം ഇപ്പോൾ അമരം എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങിയിട്ടില്ലേ, കോസ്റ്റൽ റീജിയൻ, ചെമ്മീനൊക്കെ പോലെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ബോട്ട് പോകുന്ന ആൾക്കാരുടെ ജീവിതം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, അവരുടെ ഒരു ലൈഫ്, അതാണ് അടിപൊളിയായിട്ട് കാണിച്ചിട്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ലായിരുന്നു, മേഘയ്ക്കും അറിയില്ല. ഇല്ലേ, നമുക്ക് അറിയില്ലായിരുന്നു, നമുക്ക് ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കടലിൽ പോകുമ്പോൾ മീൻ പിടിക്കുമ്പോൾ ഒരു ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകള്. പക്ഷെ അത് ഡോക്യുമെന്ററി പോലെയല്ല, സിനിമാറ്റിക് ആണ്. സിനിമാറ്റിക് തന്നെയാണ്, നല്ല ഫീലിംഗ് ഉണ്ട്. രസമുണ്ട്. അവര് ഫുഡ് കഴിക്കുന്നത്, അവരുടെ ഡെയിലി ആക്ടിവിറ്റി. പിന്നെ അടി എന്ന് പറഞ്ഞാൽ പടം തുടങ്ങുമ്പോൾ തന്നെ ആക്ഷൻ ഹീറോ പെപ്പ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമുക്കറിയാലോ, ഹിൻഡൽ അടിയാണ്. പെപ്പേൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഇടിയാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീ കഥാപാത്രങ്ങൾ ആരും മേയ്ക്കാൻ തോന്നി. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സ്റ്റോറി ഒന്നല്ല, എന്നാലും എന്താണ് കാരണം ആ ഒരു കഥയ്ക്ക് അവർ വേണം, അങ്ങനെയാണ്. നമ്മളെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ, കിരീടത്തിലൊക്കെ ഉണ്ടായിരുന്നു ഉഷ എന്ന് പറയുന്ന അല്ലേ? പിന്നെ നമ്മളെ ഗൗതമി നായർ, ഇവരൊക്കെ, പിന്നെ എനിക്ക് പേരറിയാത്ത കുറേ പേരുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല രസമായിട്ടുണ്ട്. പക്ഷെ കുറച്ചേ ഉള്ളൂ, കാരണം ഒരു പടത്തിൻ്റെ 50% കടലിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും അത്ര ഒരു ഇതില്ല, പക്ഷെ നല്ലതാണ്. പിന്നെ പാട്ട് കഥ കുറവാണ്, കഥയ്ക്കനുസരിച്ച് പോകുന്ന പാട്ടാണ്. അല്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? നല്ല പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേ അത് മാത്രമല്ല, നമ്മളെ സിനിമയിലെ വില്ലന്മാരായിട്ട് വരുന്ന ചങ്ങായിമാരാണെങ്കിൽ ഡാൻസിങ് റോസ് എന്ന് പറയുന്ന നടൻ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കന്നഡയിലെ രാജ്ബി ഷെട്ടി അടിപൊളിയായിട്ടുണ്ട്. ഇവരൊക്കെയുള്ള നല്ലൊരു ക്രൂ ഉള്ള നല്ല സംവിധായകൻ്റെ ഫസ്റ്റ് പടമാണ് പോലും. എനിക്കത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. നല്ല രസമായിട്ട് വന്നിട്ട് ഈ ഓണത്തിന് കാണാൻ പറ്റിയ ക്ലൈമാക്സും നല്ലൊരു ഒരു സിനിമയാണ്. ഇപ്പൊ ഫാമിലി ഒക്കെ ഇനി കൂടുതൽ കാണണം ഞാൻ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കാണാൻ പറ്റൂല, അങ്ങനത്തെ പടമൊന്നല്ല, നല്ല പടമാണ്. ഓഡിയൻസ് കുഴപ്പമില്ല, പക്ഷെ ഇനിയും വരും ആൾക്കാർ, ഇനിയും വരും. ഞങ്ങൾ പോയ ടൈം അങ്ങനെയായിരുന്നല്ലോ. അമ്മയ്ക്ക് ശരിക്കും ഇന്നലെ വരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അമ്മയ്ക്ക് അഞ്ചിനൊക്കെ ഇന്നലെ വരായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നിപ്പോ പോകുന്നുണ്ടല്ലോ, ARM പോകുന്നുണ്ടല്ലോ. അപ്പൊ ARM നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ARM അജയന്റെ 2ാം മോഷണം എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് നാളെ ഒരു റിവ്യൂ ഇടാം അല്ലേ?